സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക: എവിടെ പ്രയാസങ്ങളില്ലയോ അവിടെ വിജയത്തിന് സ്ഥാനമില്ല. നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാവരോടും പോയി പറയരുത്. കാരണം ആളുകൾ നിങ്ങളുടെ മുന്നിൽ സഹതാപം കാണിക്കുമെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കളിയാക്കും. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ദൈവമുണ്ടാക്കിയത് ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കാനായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. ആളുകൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവരെക്കാൾ മുകളിലാണെന്നാണ്. നായ്ക്കളെ പോലെ പെരുമാറുന്നവരെ നമ്മൾ എന്തിനാണ് ബഹുമാനിക്കുന്നത്? പണം ഒരു കാര്യം മാത്രമേ പറയൂ: നീ ഇന്നെന്നെ സംരക്ഷിച്ചാൽ നാളെ ഞാൻ നിന്നെ സംരക്ഷിക്കും. പണം പറയുന്നു: ഞാൻ മരിക്കുമ്പോൾ നിന്റെ കൂടെ വരില്ലായിരിക്കാം, പക്ഷേ ഞാൻ ജീവനോടെയുള്ളപ്പോൾ നിന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും. ഈ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ ധൈര്യമില്ലാത്തവനാണ്. നിങ്ങളുടെ അവസ്ഥ എല്ലാവരോടും പറയരുത്. കാരണം ഇവിടെ ഓരോ സുഹൃത്തിനും വേറെ സുഹൃത്തുക്കളുണ്ട്. ഈ ലോകത്തിലുള്ള എന്റെ വിശ്വാസം വെറുതെ പോയതല്ല. സ്വന്തം ആളുകൾ മറ്റുള്ളവരുമായി മനസ്സ് തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തംകാർക്ക് മാറ്റം വരുന്നത് കണ്ടിട്ടുള്ള ഒരാൾക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ വിഷമങ്ങളെല്ലാം എന്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കണമെന്ന്. ജീവിതം ജീവിക്കണമെങ്കിൽ വേദന സഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ശരീരം കത്തുന്നത് പോലും നമ്മൾ അറിയില്ല. കടം വാങ്ങുന്നയാൾ ഒരു തവണയെ ചോദിക്കൂ, പക്ഷെ കടം കൊടുത്തയാൾക്ക് അത് തിരികെ കിട്ടാൻ പല തവണ ചോദിക്കേണ്ടി വരും. ഒന്നും മിണ്ടാതെ തനിച്ചിരുന്ന് കരഞ്ഞ് തന്റെ വേദന മറയ്ക്കാൻ കഴിവുള്ള ഒരാളാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ആര് നല്ലവൻ ആര് ചീത്ത എന്ന് കാലം തന്നെ നമുക്ക് കാണിച്ചു തരും. എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തരുന്ന, പക്ഷെ എന്നെ വിട്ടുപോകാത്ത ഒരാളെയാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത്. മനുഷ്യരിൽ പ്രതീക്ഷ വെച്ചതിനു ശേഷം ദൈവത്തോട് പരാതി പറയുന്നത് ശരിയല്ല. ആളുകൾ മാറുന്നുണ്ടെങ്കിൽ അവർ മാറിക്കോട്ടെ. നിനക്ക് നല്ല സമയം വരട്ടെ, അപ്പോൾ എല്ലാവരും നിന്റെ പിന്നാലെ വന്നുകൊള്ളും. ഹൃദയത്തിന്റെ സ്ഥാനത്തും തലച്ചോർ ഉപയോഗിക്കുന്നവരിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുക. ഇന്നത്തെ കാലത്ത് ആളുകൾ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ വളരെ വേഗം മടുത്തുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും നിങ്ങളുടെ സ്വന്തമായി കണക്കാക്കുന്നത് നിർത്തിയാൽ നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും. ഇതങ്ങനെ ഒരു കാലമാണ്. ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുമായി ചെറുതായി ഒന്ന് പിണങ്ങിയാൽ നിങ്ങളുടെ ശത്രുക്കളുടെ കൂടെ നിന്ന് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ അവൻ കാത്തിരിക്കും. ജീവിതം ആർക്കാണോ സന്തോഷം കൊടുക്കാത്തത് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കൊടുക്കും. ഒരാളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല. ഉള്ളിന്റെയുള്ളിൽ ഇല്ലാതായി പോകുന്നത് പോലെയാണത്. സമാധാനം മരണത്തിനാണുള്ളത്. കാരണം ജീവിതം ഒരു കച്ചവടം പോലെയാണ്. കഴിയുന്നത്രയും ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മനുഷ്യന്റെ നാവാണ് അവനെക്കൊണ്ട് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യിക്കുന്നത്. വേദന കുറയുകയല്ല ചെയ്യുന്നത്, അത് സഹിക്കാനുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരാൾ എത്ര ഭംഗിയുള്ള ആളായാലും അയാൾക്ക് സത്യസന്ധതയും വിശ്വസ്തതയും ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു വിലയുമില്ല. ഏത് സാഹചര്യത്തിലും ചിരിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ശീലമാണ്. മുറിവെത്ര വലുതാണോ അത്രയധികം ചിരിക്കുക എന്നതാണ് ഞങ്ങളുടെ രീതി.